കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. അനാർ വേൾഡിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് വാഴയിലയിൽ വെച്ചിട്ട് എങ്ങനെ നല്ലൊരു മീൻ പൊള്ളിച്ചത് തയ്യാറാക്കിയെടുക്കാമെന്ന റെസിപ്പിയുമായിട്ടാണ്. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിട്ടുള്ള ഈ മീൻ ഇവിടെ ആമൂർ എന്നാണ് പറയുന്നത്. നിങ്ങളുടെ നാട്ടിലും ഇതുപോലെയൊക്കെ തന്നെയാണോ പറയുന്നത്? എങ്ങനെയാണെന്ന് നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണേ. അപ്പോൾ അതിനുള്ള മസാല തയ്യാറാക്കിയെടുക്കുന്നതിന് വേണ്ടി ഞാനിവിടെ കുറച്ച് ചുവന്ന ഉള്ളി എടുത്തിട്ടുണ്ട്, അതായത് ചെറിയ ഉള്ളി. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു 4-5 കാന്താരി മുളക് എടുത്തിട്ടുണ്ട്. പിന്നെ അതിലോട്ട് ഞാൻ 1 ടീസ്പൂൺ വലിയ ജീരകം ചേർത്തിട്ടുണ്ട്. പിന്നീട് ചേർത്തിട്ടുള്ളത് ഒരു തക്കാളി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ എരിവില്ലാത്ത മുളക് പൊടി ആയതുകൊണ്ട് ഞാനിതിൽ ഒരു 2 ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ നേരത്തെ ചേർത്ത കാന്താരി മുളകിന് നല്ല അത്യാവശ്യം എരിവുള്ളത് കൊണ്ട് നമുക്ക് മുളക് പൊടിയുടെ അളവ് കുറച്ച് കൊടുക്കാവുന്നതാണ്. ഇനി കാന്താരി മുളകിൻ്റെ എരിവ് ഇഷ്ടമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് സ്കിപ്പ് ചെയ്തിട്ട് പച്ചമുളക് ചേർക്കാവുന്നതാണ്. ഇനി ഇതാ ഞാനിതിലോട്ട് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ മസാലയുടെ കൂടെ ഈ കറിവേപ്പില കൂടെ അരച്ച് വരുമ്പോൾ നമുക്കത് മീൻ പൊരിച്ചെടുക്കുമ്പോൾ നല്ലൊരു സ്മെല്ലാണ് കിട്ടുന്നത്. അപ്പോൾ നല്ലൊരു ടേസ്റ്റും കൂടെ ഉണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പിൻ്റെ അളവൊക്കെ കൂടാതെ നോക്കണേ. പിന്നെ ഇതിലുള്ള മസാലകളൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൂട്ടിയെടുക്കാവുന്നതാണ് കേട്ടോ. ഞാൻ തയ്യാറാക്കുന്ന ഒരു രീതിയാണ്. ഇനി ഇതിലോട്ട് ഞാനൊരു 1.5 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതാ ഈ ചേരുവയിലോട്ടൊക്കെ നമുക്ക് കുറച്ച് കോക്കനട്ട് ഓയിൽ കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊരു പേസ്റ്റ് രൂപത്തിൽ അങ്ങ് അരച്ചെടുക്കാം. ഇപ്പോൾ ഇതാ ഞാനത് പേസ്റ്റ് രൂപത്തിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മീനിലോട്ട് ഇത് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കാം. ഇതാ ഞാനിപ്പോഴൊക്കെ തേച്ച് പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊരു അരമണിക്കൂർ ഇതുപോലെ ഇങ്ങനെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇനി ഒരു അരമണിക്കൂറിന് ശേഷം നമുക്ക് നേരത്തെ റെസ്റ്റ് ചെയ്യാൻ വെച്ച് നമ്മുടെ മസാല തേച്ച് വെച്ച് മീനൊന്ന് പൊരിച്ചെടുക്കാം. അതിന് വേണ്ടി ഞാനിവിടെ ഒരു പാൻ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഇനി അതിലോട്ട് ഞാനിപ്പോൾ ഈ ചേർത്ത് കൊടുക്കുന്നത് കോക്കനട്ട് ഓയിലാണ്. നമുക്ക് വേണമെങ്കിൽ ഓയിലും ചേർക്കാവുന്നതാണ്. നമുക്കിതിലോട്ട് വെച്ചിട്ട് നമ്മുടെ ആ മീൻ നന്നായിട്ടൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിതാ ഇതിലോട്ട് മീനുകൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്യണേ. പിന്നെ എൻ്റെ വീഡിയോ കാണുന്ന കൂട്ടുകാർ പ്ലീസ് ദയവായി സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവനായിട്ടൊന്ന് കാണണേ. അപ്പോൾ ഇനി നമുക്ക് ഈ മീനൊക്കെ ഒന്ന് ഒരു 10 മിനിറ്റ് നമുക്കിതുപോലെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് തിരിച്ചിട്ട് വേവിച്ചെടുക്കാം. ഒരുപാട് കുക്കാവേണ്ടതില്ല. ഇത് നമുക്ക് അയല വെച്ചിട്ട് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. എനിക്ക് ഈ മീൻ കിട്ടിയപ്പോൾ ഇത് വെച്ചിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വെച്ച് ചെയ്തതാണ്. നിങ്ങളും കൂടെ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇതിൻ്റെ മുകളിലോട്ട് ഞാൻ കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. അപ്പം ഇനി ഇത് ഏകദേശം ഇതിൻ്റെ ഒരു ഭാഗമൊക്കെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു 5 മിനിറ്റ് കൂടെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഇനി ഇതാ മീനിൻ്റെ ആ ഭാഗത്തൊന്ന് കുക്കായി വരുമ്പോഴേക്കും നമുക്കിനി വാഴയിലയിൽ വെച്ചിട്ട് പൊള്ളിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള മസാലക്കൂട്ട് തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടി ഒരു പാത്രം വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഞാൻ അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കൊരു വലിയ സവാള അരിഞ്ഞതാണിത്, കൊത്തി അരിഞ്ഞിട്ടുണ്ട്, അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാളയുടെ പച്ചമണമൊക്കെ ഒന്ന് പോയിട്ട് ഒന്ന് വഴന്ന് വരുമ്പോൾ നമുക്കിതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണേ. നേരത്തെ നമ്മൾ മീനിലോട്ടുള്ള മസാല അരച്ചെടുക്കുമ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തതാണ്. അപ്പോൾ ഇനി ഒട്ടും കൂടിപ്പോകല്ലേ. അപ്പോൾ ഇതിലേക്ക് ഇനി കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതിലോട്ടൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇനി ഇതിലേക്ക് ഒരു ചെറിയ തക്കാളി കട്ട് ചെയ്തിട്ട് ചേർക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിനി ഇതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഇനി ഒരു 2 മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് തുറന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ ഉള്ളിയും തക്കാളിയും ഒന്നും അടിയിൽ പിടിക്കാതെ നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് അടിയിൽ പിടിക്കാതെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1/2 ടീസ്പൂൺ മുളക് പൊടിയെ ചേർക്കുന്നുള്ളൂ, കാരണം നേരത്തെയൊക്കെ നല്ലോണം അത്യാവശ്യത്തിന് എരിവ് ചേർത്തതാണ്. ഇനി ഇതൊന്ന് നന്നായിട്ട് വെന്ത് ഇതുപോലൊരു പേസ്റ്റ് രൂപത്തിലായിട്ട് വരുമ്പോൾ നമുക്കിതിലോട്ട് കുറച്ച് ഗരം മസാല കൂടെ ചേർത്ത് കൊടുക്കാം. കുറച്ച് മല്ലിയില കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ മീൻ പൊള്ളിച്ചെടുക്കാൻ വേണ്ടിയുള്ള മസാല ഇവിടെ റെഡിയായി. അപ്പോഴേക്കും നമ്മുടെ മീനും 2 ഭാഗവും വെന്ത് ഫ്രൈ ആയി വന്നിട്ടുണ്ട്.
ഇനി ഇതാ ഈ ഫ്രൈ ചെയ്ത മീനും നേരത്തെ തയ്യാറാക്കിയ നമ്മുടെ ആ മസാലയും കൂടെ ഇതുപോലെ വാഴയില ചെറുതായി വെട്ടിയിട്ട് ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ആദ്യം ആ മസാലയൊന്ന് കുറച്ച് വെച്ച് കൊടുക്കാം. പിന്നെ നമുക്കിതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത മീനും കൂടെ ഒന്ന് ഇതുപോലെ വെച്ച് കൊടുക്കാം. ഇനി വാഴയില ഞാനൊരു ചെറിയ നാര് വെച്ചിട്ട് ഒന്ന് കെട്ടിയെടുക്കുന്നുണ്ട്. മസാലകളൊന്നും പുറത്തോട്ട് പോകാത്തൊരു രീതിയിൽ വേണം കെട്ടിയെടുക്കാൻ. നമുക്കിത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ ഈ കെട്ടുന്ന കയറും പൊട്ടിപ്പോകാതെ ശ്രദ്ധിക്കണേ. ഇങ്ങനെ കെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാം ഇതുപോലെ തന്നെ ഇലയിൽ വെച്ചിട്ട് കെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ ചൂടാക്കിയിട്ട് അതിലോട്ട് ഇത് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഈ ഇലയുടെ അപ്പുറവും ഇപ്പുറവും നന്നായിട്ട് തിരിച്ചും മറിച്ചും വെച്ച് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ ഉള്ളിലുള്ള ഈ മസാലയൊക്കെ നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത് ആ മീനിലോട്ട് നന്നായിട്ട് ചേരേണ്ടതുണ്ട്. അപ്പോൾ ഒരു ഭാഗം ഏകദേശമൊക്കെ നല്ലവണ്ണം ചൂടായി റെഡി ആയിട്ടുണ്ട്. ഇനി മറുപുറവും അതുപോലെ തിരിച്ചിട്ടെടുക്കാം. അങ്ങനെ ഒരു 10 മിനിറ്റിന് ശേഷം നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മീൻ പൊള്ളിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. തീർച്ചയായും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ആ ബെൽ ബട്ടണും കൂടെ ഒന്ന് അമർത്തിയാൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.